ഇസ്രയേലിന് നയതന്ത്ര മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്ത് വന്നു. വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികളെ ആക്രമിച്ച കുടിയേറ്റക്കാർക്ക് ഉപരോധവും ഏർപ്പെടുത്തി. ജോർദാനിൽ അമേരിക്കൻ സൈനികർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ തിരിച്ചടി നൽകുമെന്നും ബൈഡൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ് എസ്. ഈ വെസ്റ്റ് ബാങ്കിൽ പാലസ്തീൻ പൗരന്മാർക്കെതിരെ അതിക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ട അവിടെ സെറ്റിൽ ചെയ്ത ചില ഇസ്രായേൽ വംശജരുടെ ഒരു ലിസ്റ്റ് അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയാണ് അമേരിക്ക ഇന്ന് സാമ്പത്തിക യാത്രാ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിരവധി ഇസ്രായേൽ പൗരന്മാർക്ക് അമേരിക്കയിലേക്കുള്ള വിസ ഇതേ കാരണത്താൽ നിഷേധിച്ചിരുന്നു. ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കുറെ കൂടെ ഒരു ശക്തമായ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ പ്രത്യേക വിഭാഗം ഇസ്രായേൽ വംശജർ അമേരിക്കയുടെ കണ്ണിൽ കരടായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഈ ഗ്രൂപ്പാണ് പാലസ്തീൻ ജനതയ്ക്കെതിരെ അമേരിക്കയുടെ ഇന്റലിജൻസ് പ്രകാരം ആസൂത്രിത ആക്രമണങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. അമേരിക്കയുടെ പ്രശ്ന പരിഹാര മാർഗമായ ഇസ്രായേൽ പാലസ്തീൻ ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷന് പാരവെക്കുന്നതും ഇതേ ഗ്രൂപ്പാണ്. ബൈഡൻ തിരക്കിട്ട് ഇവർക്കെതിരെ ഉപരോധങ്ങളുടെ ഈ എക്സിക്യൂട്ടീവിൽ ഒപ്പിട്ടതിന് പിന്നിൽ 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു തരത്തിലും അമേരിക്കയ്ക്ക് അടുത്ത കാലത്തായി വഴങ്ങുന്നില്ല. പകരം ഈ പാലസ്തീന് നേരെയുള്ള നിലപാടുകൾ കടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. 2, ഓരോ ദിവസം കഴിയും തോറും ഈ ഇസ്രായേലിന് ജോ ബൈഡൻ നൽകുന്ന പിന്തുണയ്ക്കെതിരെ അമേരിക്കയിൽ വ്യാപകമായ വലിയ തോതിൽ ജനരോക്ഷം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് സ്വന്തം പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് പോലും ബൈഡന് എതിർപ്പുകൾ നേരിടുന്നുണ്ട്. മാസങ്ങൾക്കുള്ളിൽ വീണ്ടും പ്രസിഡന്റ് ആകാൻ പോകുന്ന ഈ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബൈഡൻ ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്തില്ലെങ്കിൽ അദ്ദേഹം നന്നായി പേർക്കും അമേരിക്കയിലെ അറബ് വംശജരുടെ വോട്ടുകളൊക്കെ ഒലിച്ചു പോവുകയും ചെയ്യും. അതേസമയം ഇറാൻ പിന്തുണയോടെ ജോർദനിലെ US ക്യാമ്പിലെ സൈനികരെ കൊന്നവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചടിക്കുമെന്ന് US ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും പറഞ്ഞു. എന്താ ഇത്ര വൈകുന്നതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ ശക്തരാണെന്ന് പറഞ്ഞ ഓസ്റ്റിൻ ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു, അമേരിക്ക അതിലും ശക്തരാണെന്ന്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.